ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്നലെ ആ കുടുംബത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ സൂചനകളുണ്ട്, അതെല്ലാവരും സ്ഥിരീകരിക്കുന്നു. കാരണം ഈ സംഭവം അറിഞ്ഞ് ആദ്യം അവിടെ എത്തിയപ്പോൾ തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നിയിരുന്നു. ഒന്ന്, ആ മുറിക്കുള്ളിൽ വെച്ച് എന്തോ കത്തിച്ചിട്ടുണ്ട്, എന്തോ തീ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഒന്നേ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ ബോധപൂർവമായ തീപിടുത്തം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ വസ്തു ഉപയോഗിച്ച് കത്തിച്ചിട്ടുണ്ട്. ഇക്കാര്യം നാട്ടുകാർ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, ഈ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ മൃതദേഹത്തിൽ ഒറ്റ നോട്ടത്തിൽ പരിക്കുകളോ മറ്റോ കണ്ടെത്താനുമായിട്ടില്ല. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുട്ടി വെള്ളത്തിൽ വീണു തന്നെ മരണപ്പെട്ടു. എങ്ങനെയെങ്കിലും ഇത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് നടത്തിയത്. അതിന് ഉത്തരവാദി ആരാണ് ഈ കൊലപാതകം ചെയ്തത്, എന്തിനു വേണ്ടി ചെയ്തു? 2 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയേ പറ്റൂ. അത് ബാലരാമപുരം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ മറുപടി ഉണ്ടാകുമെന്ന് കരുതാം. പോലീസ് അത് സംബന്ധിച്ച വ്യക്തത വരുത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുടുംബത്തിൽ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും സംഭവത്തിൻ്റെ ഭാഗമായി അത്തരം പ്രകോപനത്തിൽ യെസ് വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് വരുന്നത്. അരുൺ ചേരുന്നുണ്ട്. നേരത്തെ അരുൺ മോഹൻ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവിടെ ആത്മഹത്യക്ക് ശ്രമം നടന്നിരുന്നോ എന്ന ചില സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവിടെ കുരുക്കിട്ട രീതിയിൽ ചില കയറുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് അത് തന്നെയാണോ? എന്താണ് അരുൺ, അതിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? തീർച്ചയായിട്ടും സഹിത ആ സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഈ ചായ്പിൽ, അതായത് ഈ കിണറിന് പിൻവശത്തുള്ള ചായ്പിൽ കയർ 3 കുരുക്ക് ഇട്ട നിലയിൽ കയർ കാണുന്നുണ്ട്. സ്വാഭാവികമായും അത് ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, 3 പേർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ സൂചനയായി വേണമെങ്കിൽ നമുക്ക് കാണാം. അത്തരം സംശയമാണ് പോലീസിനും ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷമാകാം ഒരുപക്ഷെ അവർ ഈ തീരുമാനം മാറ്റിയവർ ഇത് കുട്ടിയെ കൊലപ്പെടുത്തിയ ഒരുമിച്ച് ആത്മഹത്യ ശ്രമിച്ചതാണോ, അതിനുള്ള ശ്രമമാണോ നടന്ന കാര്യത്തിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത്. അതിന് ഏറെക്കുറെ അത്തരം സംശയങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഈ ചായ്പിൽ നിന്ന് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ വ്യക്തമായി തന്നെ ആ ഭാഗത്ത് കുരുക്ക് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. 3 കുരുക്കുകളാണ്, 3 കയറാണ് ആ ഭാഗത്ത് ആ രീതിയിൽ കുരുക്കായി ഇട്ടിരിക്കുന്നത്. ഇത് ഒരു ആത്മഹത്യക്ക് വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇനി കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന സംശയവുമൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിച്ച് അങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സംശയമായി മാത്രം ഇപ്പോൾ നമുക്കത് പറയാൻ കഴിയുന്നത്. അരുൺ, വളരെ വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് വരുന്നുണ്ട്. കൃത്യമായ കുരുക്ക് അവിടെ കയറിൽ കുരുക്കിട്ട് വെച്ചിരിക്കുന്നതിന്റെ കൃത്യമായ ദൃശ്യം തന്നെയുണ്ട്. അതുകൊണ്ട് സംശയം നമുക്ക് സ്വാഭാവികമായും ഉന്നയിക്കാം. എന്താണ് സംഭവിച്ചത്? നമുക്ക് സ്ഥിരീകരണമില്ല, പക്ഷേ ചില സംശയങ്ങളുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ ആ കിണറിന് സമീപത്തൊരു ചായ്പ് പോലെയുള്ള ഒരു കെട്ടിടമുണ്ട്. അതിനകത്താണ് ഈ രീതിയിൽ കാണാൻ കഴിയുന്നത് എങ്കിൽ ഈ തരത്തിലുള്ള സംശയത്തിലേക്ക് തന്നെ പോകാം. പ്രദേശവാസികൾ എന്തെങ്കിലും സംശയം ആ തരത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ അരുൺ? അത്തരം സംശയങ്ങൾ പ്രദേശവാസികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വിവരം പോലീസിനുണ്ട്. പക്ഷേ ഇവർ നൽകിയ മൊഴിയും ആ രീതിയിലാണോ എന്ന സംശയമാണ് ഉള്ളത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ അത്തരത്തിൽ ഈ ആത്മഹത്യക്കുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന നടത്തുകയാണ്. കിണറ്റിന്റെ ആഴവും മറ്റും പരിശോധിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അത്തരം പരിശോധനകൾ പോലീസിന്റെ ഭാഗത്ത് തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയാണ്. അതാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. ഈ ഒരു സംശയവും ആത്മഹത്യാ ശ്രമം ഈ കുരുക്കിട്ടതൊക്കെ അതിന്റെ ഭാഗമാണോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ആ ദൃശ്യമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് ഈ പോലീസ് കിണറ്റിന്റെ ആൾമറയിൽ നിന്നുകൊണ്ട് കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിയെടുത്തുള്ള പരിശോധനയുമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ ശരീരത്തിൽ ഉള്ള വെള്ളവും അല്ലെങ്കിൽ ഇതിന്റെ ആഴവും ഒക്കെ പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സംശയങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസിനുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വ്യക്തമായ വിവരം പോലീസിന്റെ പരിശോധന തന്നെ പുറത്തു വരും. വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധന ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുകയാണ്. അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൃത്യമായ സൂചനകൾ പോലീസിന് നേരത്തെ തന്നെ ഇവിടെ പോലീസ് ആദ്യം ഈ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇവിടെ വരുമ്പോൾ തന്നെ കൃത്യമായ
കൃത്യമായ സംശയങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ വീട്ടുകാർ അറിയാതെ കിണറ്റിലേക്ക് മറ്റാരോ എടുത്തുകൊണ്ടുപോയി എന്നൊരു സൂചനയാണ് അല്ലെങ്കിൽ അത്ര സംശയമാണ് ഈ കുടുംബാംഗങ്ങൾ ആദ്യം നൽകിയത്. അത് ഒരു തരത്തിലും ശരിയായ വിവരമല്ലെന്ന് പോലീസ് ആദ്യം തന്നെ ഉറപ്പിച്ചു. അതിനെ തുടർന്നാണ് അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. സാഹചര്യ തെളിവുകൾ ഈ മുറിക്കുള്ളിലെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് അത് വളരെ കൃത്യമായി തന്നെ സൂചനകളായി ലഭിച്ചു. അതുകൊണ്ടാണ് അവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തത്. ഇനി ആരാണ് ചെയ്തെന്ന കാര്യമാണ് വരേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കടുംകൈക്ക് ഈ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ കുടുംബാംഗമോ നിർബന്ധിതരായി എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു 3 പേരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന തോന്നലുളവാക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടന്നു എന്നതിന്റെ സൂചനയായി ഈ ചായ്പിലുള്ള 3 കയറിന്റെ കുരുക്കുകൾ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ആദ്യം തന്നെ ഒരു നാടകം കളിക്കുന്നു പോലീസ് എന്നൊരു ഈ വീട്ടുകാർ എന്നൊരു വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ നാടകം എന്ന് അവർ പറയാൻ കാരണം തന്നെ അതൊരു സംശയം. കൃത്യമായി ഇവർ പറയുന്നതിനപ്പുറത്തേക്കുള്ള സംഭവങ്ങൾ ഇതിനുണ്ട്. വീട്ടുകാർ പറയുന്നതിൽ കളവുണ്ട്. അത് അവർ പൂർണ്ണമായും ശരിയല്ല, സത്യമല്ല പറയുന്ന നിഗമനം പോലീസ് എത്തിച്ചേർന്ന ആ ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അത്തരമൊരു വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്.